ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ വന്നു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും വിദ്യാഭ്യാസത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി പരിമിതപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് സ്വകാര്യ സർവകലാശാലകളും ഭാവിയിൽ വിദേശ സർവകലാശാലകളുമെല്ലാം ഈ രാജ്യത്ത് വരുന്നത്. കേരളം കുറച്ച് വൈകിയാണെങ്കിൽ ഇപ്പോൾ തീരുമാനമെടുത്തു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രളയമാണ്. ആ നിലയ്ക്കാണത് വന്നിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ കേരളത്തിലെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമൂഹ്യ നിയന്ത്രണം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഉദാഹരണമായിട്ട് സംവരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു ക്യാപ്പിങ്, ഒരു നിയന്ത്രണം, അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പ്രായോഗികമായിട്ട് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പൊതു സർവകലാശാലകളിലും പബ്ലിക് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാം കാണുന്ന പോലെ അമിത രാഷ്ട്രീയവൽക്കരണം, ഞാൻ ആ വാക്ക് എടുത്തു പറയുന്നത് അമിത രാഷ്ട്രീയവൽക്കരണം, അത് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇനി പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാലകൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാമൂഹ്യനീതിയും സോഷ്യൽ കൺട്രോളും ഒക്കെ പറയുമ്പോഴും നമ്മുടെ എയ്ഡഡ് സിസ്റ്റത്തിനകത്തും ഗവൺമെൻറ്റിനകത്തും ഒക്കെ, ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും എല്ലാം ഇവിടെ കാണുന്ന കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പ്രഭാവവും അതിൻ്റെ വളർച്ചയും അതോടൊപ്പം തന്നെ റാങ്കിങ് കൊണ്ടുവരുന്ന സാമൂഹിക വിപത്തും ഇതെല്ലാം നമുക്കറിയാവുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ സ്വകാര്യ സർവകലാശാലകളുടെ സാഹചര്യങ്ങൾ വരുന്നത്. അത്തരം അപകടങ്ങൾ അവിടെ വരാതിരിക്കേണ്ടത്, നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതങ്ങനെ എളുപ്പം അവർ കയറ്റി വിടില്ല. കാരണം അവരുടേതായ ഒരു സാമ്രാജ്യം തന്നെ ആയിരിക്കും സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നത്. അതിനകത്ത് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഭരണസമിതിയിലൊക്കെ ഏത് ഗവൺമെൻറ് ആയാലും അവരുടെ പ്രതിനിധികളെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് അത്ര വേഗം നടപ്പിലാകുമെന്ന്. റിസർവേഷൻ്റെ കാര്യം നടപ്പിലാകും. ഫീസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണമെന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ ഒരു പരിധിവരെ അംഗീകരിക്കും. പക്ഷേ അതിനപ്പുറം ഈ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയോ എയ്ഡഡ് കോളേജുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയോ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തിയിട്ട് വളരെ നോമിനൽ ഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാവില്ല. നമ്മളത് എത്രയൊക്കെ പ്രസംഗിച്ചാലും പ്രവർത്തിച്ചാലും അതവരത് ഈൽഡ് ചെയ്യും തോന്നുന്നില്ല. അതിനേക്കാൾ നല്ലത് സ്വകാര്യ സർവകലാശാല തുടങ്ങാതിരിക്കലാണ്. പിന്നെ അധ്യാപകരുടെ ശമ്പളം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനകത്തൊരു പരിമിതി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ശമ്പളമെങ്കിലും ഫിക്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇതിനകത്ത് എൻ്റെ സഹപ്രവർത്തകൻ മറ്റൊരു വൈസ് ചാൻസലർ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനും അറിയാം. ഒരുപാട് സ്വകാര്യ കോളേജുകളും സർവകലാശാലകളിലുമൊക്കെ കൊടുക്കുന്ന ശമ്പളത്തെക്കുറിച്ചും അതിൻ്റെ പരിമിതികളെക്കുറിച്ചും അറിയാം. അത് എത്രത്തോളം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് മാന്യമായി കൊടുക്കേണ്ട സാഹചര്യം. ഇതിനോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ മതത്തിൻ്റെയും ജാതിയുടെയും കോർപ്പറേറ്റ് ബിസിനസ്സിൻ്റെയൊക്കെ സ്വാധീനം അത് അപകടകരമാകുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. അതേസമയം അച്ചടക്കമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരണം. ബാക്കി കാര്യങ്ങൾ ചർച്ച പുരോഗമിക്കുന്നതനുസരിച്ച് സംസാരിക്കാം.